ഹലോ, ക്ലാരയാണേ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ 3 ദിവസത്തെ ഹോളിഡേയ്സിന് ശേഷം നാളെ തൊട്ട് നമുക്ക് ജോലിക്ക് പോകാൻ തുടങ്ങണം അല്ലേ? സത്യം പറയട്ടെ, നല്ല മടിയാണ്. ഇന്നും കുറേ സ്ഥലങ്ങളിൽ പോയി. പപ്പേനെ അമ്മേനെയും കൊണ്ട് ഫാമിലി ആയിട്ട് ഫുൾ കറങ്ങി. ഐക്കിയയിലൊക്കെ പോയിട്ട് അമ്മയ്ക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങി, എനിക്കും കുറച്ച് പാത്രം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി ഒരു 22 രാത്രി എൻ്റെ അനിയൻ വരും, സ്വീഡനിൽ നിന്ന് വരും. അങ്ങനെ നമ്മൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അവനവിടെ ഫുഡൊക്കെ ഉപ്പും ഒക്കെ നമ്മുടെ ഒരു മസാല ഒന്നും ആയിരിക്കത്തില്ലല്ലോ. അവൻ തന്നെയല്ലേ കുക്ക് ചെയ്യുന്നത്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവന് എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫുഡൊക്കെ. ചുമ, ഞാൻ കുറച്ച് പയ്യോളി മിക്സർ കഴിച്ചായിരുന്നു. കരിവേപ്പില കുടുങ്ങിയെന്ന് തോന്നുന്നു. ഓക്കെ, സോറി. ഓക്കെ, പോട്ടെ. അപ്പം ഞാൻ ഇന്ന് മെയിൻലി വന്നത് എൻ്റെ കുറച്ച് ആക്സസറീസ് കാണിച്ചു തരാനാണ്. അപ്പം എൻ്റെ ഇന്നലത്തെയൊക്കെ കുറച്ച് ഇച്ചിരി ഒത്തിരി ഗ്രാൻഡല്ല, പക്ഷേ അതൊന്നും നമുക്ക് എന്നും ഡെയിലി യൂസ് നമ്മൾ ഈ കല്ലുകളിലൊന്നും ഇട്ടിട്ട് പോവില്ലല്ലോ, ഓഫീസിലാണേലും പുറത്താണേലും ഒക്കെ. അപ്പം അങ്ങനെ ഡെയിലി യൂസിന് മാറ്റി ഇടാൻ പറ്റിയ മാലയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഈ ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റുന്ന സൽവാറിൻ്റെ കൂടെയും ഒക്കെ ഇടാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള മാല കാണിച്ചു തരാവേ. കണ്ടോ? ഓമേക്കോട്ട് പോയോ? എന്നെപ്പോലെ ഒരു അനുസരണയില്ല. ഉടനെ ഓക്കെ, കണ്ടോ? നല്ല രസമല്ലേ? ഇങ്ങനെ ഇരിക്കും. അത് ബാക്കിൽ കൊളുത്തുണ്ട്, മനസ്സിലായോ? ഇങ്ങനെ നല്ല ചെറീസ് മാതിരി മോഡൽ ഇങ്ങനെയാണ്. കണ്ടോ? നമുക്ക് ഇങ്ങനെ കാണാമോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടോ? ഇതൊന്ന്. പിന്നെ വേറെ ഒരെണ്ണം കുറച്ചും കൂടി സിമ്പിളായിട്ട് വരുന്ന ഒരെണ്ണം. കണ്ടോ? റെഡ് കളറാണ്. റെഡും ഗ്രീനും ആണ് നമ്മുടെ. റെഡ് പോലെ തോന്നുന്നുണ്ടോ? ശരിക്കും ഇത് റെഡാണേ, ആ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ അടുത്ത് കുറേ ഉള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുറേ ലോക്കറ്റ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞി പെൻഡൻസ് ഉള്ള. നോക്കി, കണ്ടോ? ഹാർട്ട്, അതിങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് എത്ര മാത്രം ക്ലിയർ ആയിട്ട് കാണാമോയെന്ന് എനിക്ക് അറിയത്തേ ഇല്ല. ഒരു താഴെ ശ്രീനിവാസൻ സാറ് മരിച്ചു പോയല്ലേ, കഷ്ടമായിപ്പോയി. എനിക്ക് നല്ല ഇഷ്ടമുള്ള നടനായിരുന്നേ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ ഏതാണെന്ന് ചോദിച്ചാൽ തിലകൻ സാറായിരുന്നു. നല്ല. പിന്നെ കുറേ ആക്ടേഴ്സിൽ ഇഷ്ടമുള്ളവരിൽ ഒരാളാണ് ശ്രീനിവാസൻ സാറ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാളുടെ സംസാരം, സിംപ്ലിസിറ്റി, ഡൗൺ ടു എർത്ത് ക്യാരക്ടർ. പിന്നെ എന്തും ഒരു തമാശ പോലെ പറയുന്നതൊക്കെ ക്യാരക്ടർ നല്ല രസമല്ലേ. കുറേ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് കാണുമായിരുന്നു സാറിൻ്റെ, മമ്മൂട്ടിയായിട്ടുള്ള പേളിമാണിയൊക്കെയുള്ള വീഡിയോസൊക്കെ ഇല്ലേ. അപ്പം അതിനകത്ത് എനിക്ക് എപ്പോഴും ഞാൻ ശ്രീനിവാസൻ സാർ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഓൾറെഡി 3 മിനിറ്റ് ആയല്ലേ. അപ്പം ശ്രീനിവാസൻ സാറിൻ്റെ കല്യാണത്തിന് താലിമാല ഇന്നസെൻറ്റ് സാറിൻ്റെ ഹെൽപ്പിലും കല്യാണം നടന്ന കുറേ ചിലവുകൾ മമ്മൂട്ടി സാറിൻ്റെ ഹെൽപ്പിലും, അങ്ങനെ എല്ലാവരും ഒരു ഹെൽപ്പിൽ നടന്നൊരു കല്യാണമാണല്ലോ. അപ്പം അതിന് ആ സമയം മതമോ കാര്യങ്ങളോ ഒന്നും വന്നില്ല, എല്ലാവരും ഒരുമിച്ച്. അപ്പോൾ അതേമാതിരി എൻ്റെ ലൈഫിലും എൻ്റെ കുറേ ബാഡ് സിറ്റുവേഷൻസിൽ ഞാൻ ക്രിസ്ത്യൻ ആണല്ലോ, ഹിന്ദുസ് കുറേ പേര് ഹെൽപ്പ് ചെയ്തു. എനിക്ക് ജോലി തന്നത് ആദ്യമായിട്ട് ഒരു മുസ്ലിം കമ്പനിയാണ്. എന്നെ ഇപ്പോഴും അവർ ഞാനൊരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയപ്പം അവിടെ നിന്നും ഒത്തിരി സ്നേഹത്തോടെയാണ് എന്നെ പറഞ്ഞു വിട്ടത്. അപ്പം അങ്ങനെ എനിക്ക് ഒത്തിരി പല ആൾക്കാരിൽ നിന്നും എനിക്ക് ഒത്തിരി സ്നേഹം കിട്ടിയ ഒരു സമയങ്ങളുണ്ട്. മോൻ്റെ വെച്ച് ഓക്കെ. അപ്പോൾ പറഞ്ഞാൽ വന്നു വെച്ചാൽ നമ്മൾ ഏതൊരു എത്ര ഹൈ പൊസിഷനിലാണെങ്കിലും നമ്മൾ ഇങ്ങനെ സിമ്പിളായിട്ട്, നമ്മൾ കോമൺ ആൾക്കാരെ പോലെ മനുഷ്യന്മാരല്ലേ. അപ്പോൾ നമ്മൾ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറയും. എന്ത് രസമാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. എനിക്കിങ്ങനെ ജാട് ആക്കുന്നൊന്നും ഇഷ്ടമല്ല. അപ്പോൾ എല്ലാവരും എന്നോട് പറയാറുണ്ട്, കണ്ട എന്ത് ജാടാ, പക്ഷെ വാ തുറന്നാൽ പോയി.
കാരണം വെച്ചാൽ ഞാനിങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ സെറ്റ് ആവുന്ന ഒരു ക്യാരക്ടറാണ് യൂഷ്വലി. പിന്നെ എന്നോട് മിസ്ബിഹേവ് ഒക്കെ ചെയ്താൽ പിന്നെ ഞാൻ അവരുടെ അത്ര അടുക്കില്ല. പക്ഷേ ഞാൻ കംഫർട്ടബിൾ ആവുന്നു, എനിക്കും അവരുടെ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ ചുറ്റുപാടിലൊക്കെ ഞാൻ നല്ല ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകും. ഞാൻ അൽക്കോറിലായിരുന്നു ആദ്യം ഒരു 10 വർഷം മുന്നേ. ഇപ്പം ഖത്തറിൽ വന്നിട്ട് 11 വർഷമായി. അപ്പോൾ എന്താ പറയുക, അവരുമായിട്ട് കോണ്ടാക്ട് ഇപ്പോഴും ഉണ്ട്. നിശ ചേച്ചി അങ്ങനെ. അപ്പം ഞാൻ ആ കോണ്ടാക്ട്സ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇത് കാണിച്ചു തന്നില്ലല്ലോ, ഇതുണ്ട്, നല്ല രസമുണ്ടോ എൻ്റെ നെയിൽ പെയിൻറ്റ് ഇന്നത്തെ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. രസമുണ്ടോ? ജെൽ നെയിൽ പെയിൻറ്റാണ്. നമ്മൾ ഇങ്ങനെ കൈയും കാലും ഒക്കെ നല്ല ഭംഗിയായിട്ട് ആ കരിവേപ്പിലിനെ കടിക്കുന്നു. അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇടയ്ക്ക് കീക്കൂന്നാവുന്നത്. സോറി. അപ്പം നമ്മൾ കരിവേപ്പിലല്ല എന്താ ഇങ്ങനെ റിങ്സ് ഇടുമ്പോഴും നമ്മൾ വളയിടുമ്പോഴും ഒക്കെ നല്ല കൈ വേണം. അപ്പം നമ്മൾ അത് കളറുള്ള കൈ അങ്ങനെയല്ല. നമ്മൾ നഖമൊക്കെ വെട്ടി നല്ല ഷേപ്പാക്കി നെയിൽ പെയിൻറ്റ് ഇടുന്ന ആൾക്കാരാണ് നെയിൽ പെയിൻറ്റ് ഇട്ട്, മൈലാഞ്ചി ഇടുന്ന ആൾക്കാരാണെങ്കിൽ മൈലാഞ്ചി ഇട്ട്, അങ്ങനെ വൃത്തിയിലും നല്ല ഭംഗിയുള്ള കൈയാണ്. എനിക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ കുറേ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ വന്നത്. കണ്ടോ ഈ പെൻഡൻറ്റ് കണ്ടോ, ഇങ്ങനെ ലോക്കറ്റുള്ളത്, പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയായി ഈ പെൻഡൻറ്റ് കണ്ടോ. ഓക്കെ കണ്ടോ, ഇതിനകത്ത് കാണുന്ന ഒരു സ്റ്റോൺ ഉണ്ടല്ലോ, അതിങ്ങനെ ഇളകി കളിക്കും. കണ്ടോ, ഇളകി കളിക്കുന്നത് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ഇതിങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. ഇത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കണ്ടോ, ഇത് വേറെ ഒരെണ്ണം കാണാമോ? ഇതൊക്കെ ഇങ്ങനെ ഇളകി കളിക്കുന്ന പെൻഡൻസാണ്. തീരെ ഇളകുന്നത് കണ്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുള്ള പെൻഡൻസാണ്. ലോക്കറ്റ് കണ്ടോ, വേറെ ഒരെണ്ണതല്ലേ. ഓക്കെ, എന്നിട്ട് പൂവിൻ്റെ ഡിസൈൻ കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഓക്കെ, മോതിരം കാണുന്നുണ്ടോ? ഇതൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. കറങ്ങി നിൽക്ക് മോനെ, നിൽക്ക്. കണ്ടോ, ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. അതിനെ കുറച്ച് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതൊക്കെ സ്മോൾ പെൻഡൻസാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം അങ്ങനെ കുറേ പെൻഡൻസ് ഉണ്ട്. നിങ്ങൾക്കിത് വാങ്ങുന്നതാണ് ആഗ്രഹമെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ തന്നെ വന്നാൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരും. ഇൻസൈഡ് വർക്കറാണെങ്കിൽ ഫ്രീ, ഔട്ട്സൈഡ് വർക്കറാണെങ്കിൽ 10 റിയാൽസ് അല്ലെങ്കിൽ 100 റിയാൽസിനെങ്കിലും മിനിമം മേടിക്കണം. മേടിക്കുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ എനിക്ക് മുതലാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷമായിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം പലർക്കും സങ്കടങ്ങളായിട്ടും പോയി കാണും. നമുക്കറിയില്ലല്ലോ, കുറേ ആൾക്കാർക്ക് പലരും മരിച്ചു കാണും, അസുഖമായിട്ട് ആശുപത്രി ഇരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം ഹാപ്പിയാക്കി തന്നതിനും ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ബ്ലെസ്ഡായിട്ട് വിചാരിക്കണം, ഹാപ്പി ആയിട്ട് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണം. എന്ത് സങ്കടം വന്നാലും അതിൽ എവിടെയെങ്കിലും ഒരു സമയത്ത് സന്തോഷം വരും. അപ്സ് ആൻഡ് ഡൗൺസ് അങ്ങനെയാണ് നമ്മുടെ ലൈഫ് എന്ന് വെച്ചിങ്ങനെയാണ്, അപ്പ് ഡൗൺ. അപ്പോൾ ആ ഒരു ഗ്രാഫ് എപ്പോഴും ഉണ്ടാവും. അല്ലാതെ എപ്പോഴും ഇപ്പോൾ ഈവൻ നല്ല ധനികരായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും എപ്പോഴും സന്തോഷമൊന്നുമില്ല. എന്തൊക്കെ കാര്യങ്ങൾ ഞാനീ പറഞ്ഞു തരുന്നേ. എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് എനിക്കിതാകത്തില്ല. ഓക്കെ എന്നാൽ അപ്പോൾ നാളെ വൈകുന്നേരം വീഡിയോയിൽ വരാവേ. ഓക്കെ, ബാക്കി പയ്യോളി മിക്സ് അവിടെ ഇരിപ്പുണ്ട്. അമ്മേ ഇങ്ങോട്ട് വാ. കണ്ടോ, ഇത് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കോഴിക്കോട്ടുകാരിയിൽ ഫ്രണ്ടിന് കൊണ്ടുവന്നതാണ്. പക്ഷെ അവൻ ഓഫീസിൽ വരാറില്ല. പിന്നെ ഞാനും ജേക്കബ് മിക്സറിൻ്റെ ആളാണ്. തിന്നു നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസിയും കടലയൊക്കെ ഉണ്ട്. അപ്പം നാളെ കാണാം കേട്ടോ. ബാക്കി തിന്ന് തീർക്കട്ടെ. കുരുവൊക്കെ വരും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ ചെയ്യണം. ഇച്ചിരി പറ്റാത്തതുകൊണ്ട് എന്ത് കാര്യം, കുറച്ച് കഴിക്കണ്ടേ. റോക്കുള്ള